عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة ذلك الدين القيمة. صدق الله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, ജമാഅത്തിന്റെ പ്രവർത്തകരെ, ജുനൈദുൽ ബഗ്ദാദി എന്ന ഒരു വിഷയമാണ് പറയാൻ എന്നെ ഏൽപ്പിച്ചത്. ഒരല്പനേരം പറയാം. ജുനൈദുൽ ബഗ്ദാദി എന്ന ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇവിടെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് ഫിഖ്ഹിനെ സംബന്ധിച്ചെല്ലാം ക്ലാസ് നടന്നു. അത് നമ്മളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകൾ ഫിഖ്ഹിനെ സംബന്ധിച്ചുള്ള ഒരു വിവരണം, പഠനാർഹമായ ഒരു ക്ലാസ് ഇവിടെ അവതരിപ്പിച്ചു. ഫിഖ്ഹ്, അഖീദ, ഈ രണ്ട് വിഷയം, അതിൻ്റെ കൂടെ മറ്റൊരു വിഷയവും കൂടിയുണ്ട്, തസവ്വുഫ്. മഹാന്മാരായ ഔലിയാക്കൾ, അവരിൽ പല തരക്കാരുണ്ട്. കുത്തുബീങ്ങൾ, ഔത്താദ്, അബ്ദാല്, നജബാ, നുഹബാ, ഇങ്ങനെയുള്ള പല ആളുകളും ഉണ്ട്. അതിൽ സാധാരണ പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ഖത്താബ് അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു, ഈ പേര് അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി, ഇതുപോലത്തെ മഹാന്മാർ. ഫിഖ്ഹ് പറയുമ്പോൾ 4 അയിമ്മത്തിനെ സംബന്ധിച്ച് പറയാതിരിക്കാൻ സാധ്യമല്ലല്ലോ. പലരല്ലെങ്കിൽ ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, 4 മദ്ഹബിന്റെ അയിമ്മത്തുകൾ അവര് ഫിഖ്ഹ് മസല, വുളൂഇന്റെ, നിസ്കാരത്തിന്റെ, സക്കാത്ത്, ഇതുപോലത്തെ വിഷയങ്ങൾ അവർ പഠിച്ചു, അത് പറഞ്ഞു കൊടുത്തു. ഔലിയാക്കൾ, കുതുബികൾ, അത് വേറെ തന്നെ ഒരു വിഭാഗമാണ്. ഇവരാരും അതിൽപ്പെട്ടവരല്ല. യഥാർത്ഥം അങ്ങനെയല്ല. ഉലമാക്കൾ, നമ്മളുടെ ഇമാമിങ്ങൾ ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 4 മദ്ഹബിന്റെ അയിമ്മത്തുകളും അവരും വലിയ മഹാന്മാരാണ്. അവര് ഔത്താദും അഖ്താബും ഒക്കെ ആണ്. ഈ ഔലിയാക്കൾ എന്ന ഈ പദവി അവർക്കത് കിട്ടുന്നത് എങ്ങനെയാണ്? നേരത്തെ
പൊന്മള ഉസ്താദ് ഓതി കേൾപ്പിച്ച ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണം എന്ന്. അങ്ങനെ പരിപൂർണമായി ഇസ്ലാമിൽ കടക്കുമ്പോൾ അവര് വലിയ വലിയ മഹാന്മാര് ആവുന്നു. അഖീദന്റെ ഇമാമിങ്ങൾ പറഞ്ഞത്, അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത്, അവര് ജീവിത രീതിയായി സ്വീകരിച്ച വിഷയങ്ങൾ, അതാണ് തസവ്വുഫ്. ഈ തസവ്വുഫ് അതിൽ അറിയപ്പെട്ടതിരിക്കുന്ന വലിയ ഇമാമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബമൊക്കെ ആദ്യകാലത്ത് നഹാവന്തിലായിരുന്നു. പിന്നീട് അവരൊക്കെ ബഗ്ദാദിൽ വന്നു, ഇറാഖിൽ വന്നു. ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ജനിച്ചത് ബഗ്ദാദിലാണ്, ഇറാഖിലാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അവര് ചെറുപ്പം മുതൽക്ക് തന്നെ അല്ലാഹുവിന്റെ തഖ്വയിൽ വളർന്നവരാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അവരുടെ കാരണവരായ സിരീസ് ഖുത്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിക്ഷണത്തിലാണ് വളർന്നത്. സിരീസ് ഖുത്തി റളിയല്ലാഹു തആല അൻഹു ശിഷ്യന്മാരായ കുറെ ആളുകളുടെ കൂടെ ഇരുന്നു ചർച്ച ചെയ്യുന്നു. ശുക്ർ എന്നാൽ എന്ത്, അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്നാൽ എന്ത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ആ സദസ്സിന്റെ അടുത്ത് കളിക്കുകയായിരുന്നു. 7 വയസ്സ് പ്രായം മാത്രമേ എനിക്കന്ന് ഉള്ളൂ. അങ്ങനെ ശിഷ്യന്മാരോട് പലരോടും ശുക്റിന്റെ മഴ ചോദിച്ചു, എന്താണ് ശുക്ർ എന്ന്. ഓരോരുത്തരും ഓരോരോ കാര്യം പറഞ്ഞു. അവസാനം എന്നെ വിളിച്ചു, 7 വയസ്സായ കുട്ടിയായ എന്നെ വിളിച്ച് ചോദിച്ചു, ശുക്ർ എന്നാൽ എന്ത്. ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞത്, അള്ളാഹുവിന്റെ നിഅമത്തിനെ അള്ളാഹുവിന് കുറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താതിരിക്കുക. നമ്മളുടെ കൈ, കണ്ണ്, നാവ്, ചെവി, ഇങ്ങനെയുള്ള നിഅമത്തുകളുണ്ട്. വേറെ പല നിഅമത്തുകളും ഉണ്ട്. അള്ളാഹു തന്ന നിഅമത്തിനെ അള്ളാഹുവിന് കുറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്ന് ഞാൻ കാരണവരോട് സിരീസ് ഖുത്തി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ അവര് എന്നെ അഭിനന്ദിച്ചു ഈ അർത്ഥം പറഞ്ഞതിന്. അങ്ങനെ ശൈഖ് പറഞ്ഞ, കാരണവര് പറഞ്ഞ ഈ വിഷയം അതിൽ സന്തോഷിച്ച് എന്നോട് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ, ആ വാക്കോർത്തും കൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കരയുകയായിരുന്നു. അങ്ങനെ ഇൽമു പഠിച്ചു, കാരണവരെ വക്കന്ന് ഇൽമു പഠിച്ചു. ഫിഖ്ഹ് മസ്അല ബഹുമാനപ്പെട്ട അബൂ സൗർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വക്കന്ന് പഠിച്ചു. 20 വയസ്സ് പ്രായമാകുമ്പോൾ മഹാനായ അബൂ സൗർ റളിയല്ലാഹു തആല അൻഹു, ഉസ്താദായ അബൂ സൗർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മജ്ലിസിൽ തന്നെ ഫത്വ കൊടുത്തിരുന്നു ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യത്വവും സ്വീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ഈ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അവര് നമ്മൾക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളുടെ അഖീദന്റെ കിതാബുകളിൽ, ഉദാഹരണത്തിന് ജമ്മുൽ ജവാമിഇന്റെ അവസാന ഭാഗം ഉസൂലുദ്ദീൻ പറയുന്ന സ്ഥലത്ത്
പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വിശ്വാസ പ്രമാണങ്ങൾ പറയുന്ന ആ സ്ഥലത്ത് വനറാ അന്ന തരീഖ ശൈഖ് അബിൽ ഖാസിമിൽ ജുനൈദി സയ്യിദി സൂഫിയത്തി ഇൽമൻ വഅമലൻ വസഹ്ബിഹി തരീഖുൻ മുഖവ്വമുൻ ഫഇന്നഹു ഖാലിൻ മിനൽ ബിദഅ ദാഇറുൻ അല തസ്ലീമി വത്തഫ്വീളി വത്തബദ്ദി മിനൻ നുഫൂസ്. നമ്മളെ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ എന്ത് വേണം? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചതിരിക്കുന്ന ആ വിശ്വാസ പ്രമാണങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമികൾ പഠിപ്പിച്ച ആ കർമ്മശാസ്ത്രങ്ങൾ, അത് നമ്മൾ അംഗീകരിക്കണം. അതിലേതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം പ്രവൃത്തിയിൽ. മാത്രമല്ല, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു നമ്മൾക്ക് പഠിപ്പിച്ച തരീഖ് അതേതാണ്? ആത്മശുദ്ധി ആ വിഷയത്തിൽ വളരെ കൂടുതൽ സംസാരിച്ച ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചത് ഇരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർ പറഞ്ഞല്ലോ, ഇന്നലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർ ഇവിടെ ദിക്ർ ചൊല്ലിക്കൊടുത്തു എന്ന്. ആ ദിക്ർ ചൊല്ലിക്കൊടുക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തിന്? നമ്മൾക്ക് നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് ഇതൊക്കെ വേണം. ഇസ്ലാമിന്റെ എല്ലാ പ്രവൃത്തികളും നാം ചെയ്യണം. നമ്മളുടെ വിശ്വാസവും വേണം. അതിന്റെ പുറമെ ഈ വിശ്വാസത്തിനൊരു കാവല് വേണം. നമ്മളുടെ ഹൃദയം ശുദ്ധിയായിരിക്കണം. അതിന് മഹാന്മാര് ദിക്ർ ചൊല്ലിക്കൊടുക്കൽ അത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് വന്നതാണത്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ആത്മശുദ്ധിയെ സംബന്ധിച്ച് പഠിപ്പിച്ചു, ദിക്ർ ചൊല്ലിക്കൊടുത്തിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സരിയു സിഖ്തി റളിയല്ലാഹു തആല അൻഹു. ആ സരിയു സിഖ്തിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി. മഅറൂഫുൽ ഖർഖിന്റെ ഉസ്താദാണ് ദാവൂദ് തായി. ദാവൂദ് തായിന്റെ ഉസ്താദാണ് ഹബീബുൽ അജമി. ഹബീബുൽ അജമിന്റെ ഉസ്താദാണ് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. ഹസനുൽ ബസരിന്റെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട അലിയും കറമല്ലാഹു വജ്ഹഹു. അലിയും കറമല്ലാഹു വജ്ഹഹു അവർക്ക് എവിടെ നിന്ന് കിട്ടി? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു അവരുടെ അൻവാറുൽ ഖുദ്സിയിൽ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ അല്ലാത്തവര് ആരെങ്കിലും ഉണ്ടോ? അതായത് ഇസ്ലാമിൽ കടക്കാത്ത വല്ലവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലാത്തവര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യഹൂദികൾ, അവരെ പോലത്തെ ആളുകൾ. ഇമാം ഷാറാനി റളിയല്ലാഹു തആല അൻഹു പറയും, ഇല്ല. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാതിലടക്കൂ. അങ്ങനെ വാതിലടച്ചു. വാതിലടച്ച് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇർഫഉ ഐദിയക്കും, നിങ്ങളുടെ കൈ ഉയർത്തൂ. അങ്ങനെ കൈകളെ അവർ ഉയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊടുത്തു. അത് സഹാബാക്കൾ ഏറ്റ് അവരും പറഞ്ഞു. ഈ സംഭവം ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ബസ്സാർ, തബറാനി ഒക്കെ റിവായത്ത് ചെയ്യുന്നു ബിസ്സനദിൻ ഹസനിൻ എന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഇതാണ് നമ്മളുടെ മശായിഖന്മാർക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കാനുള്ള അതിന്റെ തെളിവ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അങ്ങനെ
സഹാബാക്കളിൽ നിന്ന് പലരും ഈ ദിക്റിന്റെ തരീഖ് പഠിച്ചിട്ടുണ്ട്, അതിനവർ ഏറ്റു വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ലോകത്ത് ഒട്ടാകെ പ്രചരിച്ചതിരിക്കുന്ന വഴി അത് ഏതാണ്? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി, അവരുടെ ഉസ്താദ് സരിയുസ് സഖ്തി, മഅറൂഫുൽ ഖറഖി, ദാവൂദ് തായി, ഹബീബുൽ അജമി, ഹസൻ അൽ ബസരി, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു വഅൻഹും, ഇവരൊക്കെ ഈ തരീഖ് പ്രകാരം വന്ന അത് ലോകത്തൊട്ടാകെ പ്രചരിച്ചു. വേറെയും കുറെ തരീഖുകൾ ഉണ്ടെങ്കിലും ഇതാണ് ലോകത്ത് പ്രചരിച്ചതും. മാത്രമല്ല, ഈ തരീഖത്ത് എന്താണ് എന്ന് ശരിക്കും ഈ ലോകത്തേക്ക് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തവരാണ് ബഹുമാനപ്പെട്ട അബുൽ ഖാസിം അൽ ജുനൈദുൽ ബഗ്ദാദി, ജുനൈദ് ഇബ്നു മുഹമ്മദ് അൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. അവരുടെ തരീഖ് അത് ഹഖാണ്. വനറാ അന്ന തരീഖ ശൈഖി അബുൽ ഖാസിം അൽ ജുനൈദി സയ്യിദി സൂഫിയത്തി ഇൽമൻ വഅമലൻ വസഹ്ബിഹി തരീഖും മുഖവ്വമുൻ. വനറാ, ഞങ്ങൾ വിശ്വസിക്കുന്ന, നഅതഖിദു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അവരുടെ ശിഷ്യന്മാര് അവര് കൊണ്ടുവന്ന ആ ത്വരീഖ് അത് ഹഖായ ത്വരീഖാണ്. ഹഖായ ത്വരീഖ് എന്താ? അതിൽ ബിദ്അത്തില്ല, ഇസ്ലാമിൽ ഇല്ലാത്തത്, ഇസ്ലാമിനോട്, ഇസ്ലാമിന്റെ അടിസ്ഥാനത്തോട് എതിരായ ഒരു വിഷയവും അതിലില്ല. ആ ത്വരീഖിൽ അത് ശരിയായ ത്വരീഖാണ്. ഏതാ? സയ്യിദു സൂഫിയത്തി എന്നാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്. സൂഫികളുടെ സയ്യിദ്. എന്താ ഈ സൂഫി? തസവ്വുഫ് സ്വീകരിച്ച ആള്. തസവ്വുഫ് എന്നാൽ എന്താണ്? തസവ്വുഫ് എന്നാല് അത് ആരും അറിയാത്തൊരു കുറച്ച് ആളുകൾ മാത്രമേ അറിയുന്ന ഒരു വിഷയമല്ല. അത് പരിശുദ്ധ ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ ഉള്ളതാണ്. യഥാർത്ഥ ഇസ്ലാമാണത്. അതിൽ തസവ്വുഫ് ഇന്ന് സൂഫി എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് എന്താണ്? സൂഫി എന്ന് പറഞ്ഞാൽ കുറെ മുടി വളർത്തുക, 10 വലനും മോതിരം വെക്കുക, കൗത്തിലേക്ക് തസ്ബീഹ് മാല ഇടാം. തസ്ബീഹിന്റെ മാല കഴുത്തിൽ ഇട്ടാതെ തെറ്റൊന്നുമില്ല, പക്ഷെ ഈ രൂപം തസ്ബീഹ് മാല കഴുത്തിലിടാം. പിന്നെ ആണും പെണ്ണും എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക, കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുക. ഷെയ്ഖും മുരീദും ആയി കഴിഞ്ഞാൽ, ഒരു പെണ്ണ് ആ ഷെയ്ഖിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പെണ്ണ് ആ ഷെയ്ഖിന്റെ മകളെ സ്ഥാനത്താണ്, അയാള് വാപ്പാന്റെ സ്ഥാനത്താണ്. അയാളെ തൊട്ടാൽ ഒതുമുറിയുകയില്ല. അയാളെ ഈ പെണ്ണ് തൊട്ടാൽ, പെണ്ണിനെ അയാൾ തൊട്ടാൽ ഒതുമുറിയുകയില്ല. അവർക്ക് ഖൽവത്ത് ജായിസാണ്. ആരുമില്ലാതെ ഷെയ്ഖും മുരീദത്തും ഒരു റൂമിൽ താമസിക്കാൻ പറ്റും. അതൊക്കെ തരീഖത്താണ്, അത് സൂഫിയത്താണ്. സൂഫിയായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല എന്ന് കുറെ ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു കൂട്ടര് വന്ന് പറഞ്ഞു, എന്താ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാള് മഅരിഫത്തിനെ പറ്റി പറഞ്ഞു, അല്ലാഹുവിന്റെ മഅരിഫത്ത്. എന്നിട്ട് അയാൾ പറഞ്ഞു, അഹ്ലുൽ മഅരിഫത്തി ബില്ലാഹി തആല യസിലൂന ഇലാ തർക്കിൽ ഹറകാത്തി മിൻ ബാബിൽ ബിദ്ദി വത്തഖറുബി ഇലല്ലാഹി തആല. മഅരിഫത്ത് കിട്ടി, സൂഫിയായിട്ട് മഅരിഫത്ത് കിട്ടി. മഅരിഫത്ത് കിട്ടിയാൽ പിന്നെ നിസ്കാരമോ നോമ്പോ ഇതൊന്നും വേണ്ട, അല്ലാതെ തന്നെ അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കും
എന്ന് ചിലർ പറയുന്നു എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, ഇന്ന ഹാദാ ഖൗലു ഖൗമിൻ തകല്ലമു ബിസ്ഖാത്തിൽ അഅമാലി വഹുവ ഇൻദി അളീമത്തുൻ വല്ലദി യസ്രിഖു വയസ്നി അഹ്സനു ഹാലൻ മിനല്ലദി യഖൂലു ഹാദാ. ഇത് ആരാണ് ഇങ്ങനത്തെ നിസ്കാരം വേണ്ട, ശറയിൽ ഹറാമായ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ഹറാമല്ല, അത് ഹലാലാണ്, അന്യ പെണ്ണിനെ തൊടാം, മുരീദത്ത് ആയി കഴിഞ്ഞാൽ അവള് മകളായി, അല്ലെങ്കിൽ പിന്നെ മുലപ്പാല് കൊടുത്താൽ മുലകുടി ബന്ധം വന്നു, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന ആളുകൾ ഇത് വല്ലദീ അഖൂലു ഹാദാ ഖൗലു ഖൗമിൻ തകല്ലമു ബിഇസ്ഖാത്തിൽ അഅമാലി. അമലൊന്നും വേണ്ട, നിസ്കാരവും മറ്റിങ്ങനത്തൊന്നും ശറഇന്റെ അഹ്കാമിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന വിഭാഗത്തിന്റെ വാക്കാണ്. ഇങ്ങനെ പറയുന്നവർ വല്ലദീ യസ്നി വയസ്രിഖു അഹ്സനു ഹാലൻ മിൻ ഹാദാ മിനല്ലദീ യഖൂലു ഹാദാ. ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നു, അല്ലെങ്കിൽ കക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നു. ഈ തെറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യൻ ഇതാ ഞാനിപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, എനിക്ക് നിസ്കാരമില്ല, അന്യ പെണ്ണുങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല എന്ന് പറയുന്ന ഇവനേക്കാൾ വ്യഭിചരിക്കുന്നവനും കക്കുന്നവനും കള്ളുകുടിക്കുന്നവനും ഹൈറാണ്. അവന്റെ അവസ്ഥയാണ് നല്ലത്. എന്തുകൊണ്ട്? കള്ളു കുടിക്കുന്നവനിക്ക്, വ്യഭിചരിക്കുന്നവനിക്ക്, കക്കുന്നവനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ എന്റെ ദേഹേച്ഛക്ക് വൈപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്തു പോയി എന്നുള്ള ആ ബോധം അവനിക്കുണ്ട്. ഖേദമുണ്ടോ ഇല്ലേ? ബോധമുണ്ട്. എന്നാൽ ഈ ഞാൻ അങ്ങോട്ട് എത്തി, എനിക്ക് നിസ്കാരം വേണ്ട, അന്യ പെണ്ണുങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല എന്ന് പറയുന്ന ഈ കൂട്ടര് അത് കുറ്റം എന്നല്ല വിശ്വസിക്കുന്നത്, അത് നല്ലതാണ്, അത് അള്ളാഹ് അനുവദിച്ചതാണ് എന്നുള്ള ഈ വിശ്വാസം അവർക്കുണ്ടോ ഇല്ലേ? മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നു. ഇങ്ങനെ വിശ്വസിപ്പിക്കൽ എന്താണ്? അത് കുഫ്രിയത്തല്ലേ? അതാ വല്ലദീ യസ്രിഖു വയസ്നി അഹ്സനു ഹാലൻ മിനല്ലദീ യഖൂലു ഹാദാ. ഇത് പറയുന്ന ആളേക്കാൾ വ്യഭിചരിക്കുന്ന ആള്, കക്കുന്ന ആള്, അവരുടെ അവസ്ഥ നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അതേപോലെ മറ്റൊരവസരം ഒരു കൂട്ടര് വന്ന് പറഞ്ഞു, ഇപ്പോൾ കുറെ ആളുകളുണ്ട്, അവര് പറയുന്ന അന്നഹും വസലു, അവർ എത്തിപ്പെട്ടിട്ടുണ്ട്, അങ്ങോട്ട് എത്തിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നിസ്കാരമോ നോമ്പോ എന്ന ആവശ്യമില്ല എന്നവർ പറയുന്നു. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, സദഖു, അവരെത്തിപ്പെട്ടു എന്ന് പറഞ്ഞത് അത് ശരിയാണ്, പക്ഷെ എത്തിയത് എവിടെ? വലാകിൻ ഇലാ സഖർ, അവര് സഖറിലേക്കാണ് എത്തിയത്, സഖർ എന്ന നരകത്തിലേക്കാണ് എത്തിയത്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അപ്പോൾ സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇത് അല്ല. സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിദ്ഖു തവജ്ജുഹി ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കുള്ള മാത്രം ഹൃദയം മുന്നിടുക, മറ്റാരും ഒരു വസ്തുവും അല്ല, അല്ലാഹു മാത്രം, അല്ലാഹുവിനെ ഓർത്തും കൊണ്ട് നിസ്കരിക്കുക, നോമ്പിടിക്കുക, ഏത് കാര്യവും ചെയ്യുക. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊള്ള വന്ന് ചോദിച്ചില്ലേ സഹാബാക്കളുടെ ഹദറത്തിൽ, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു 5 കാര്യങ്ങൾ, ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു. മൂന്നാമത്തെ ചോദ്യം എന്താണ്? അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ത്? ഇഹ്സാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞ എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം. എങ്ങനെ? അല്ലാഹുവിനെ നീ കണ്ടാൽ നിന്റെ ഇബാദത്ത് എങ്ങനെ ഇരിക്കും? അതുപോലെയാവണം. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നു, ഈ ഓർമ്മ നിനക്കുണ്ടാവണം. അപ്പോൾ എന്താ? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത്, നിസ്കാരം, നോമ്പ്, ഏതൊരു കാര്യവും
അതിൽ അല്ലാഹ് അല്ലാത്തിരിക്കുന്ന ഒരു ഉദ്ദേശമില്ല. ഇഖ്ലാസ്, ആത്മാർത്ഥത. ഈ ആത്മാർത്ഥത ഇല്ലെങ്കിൽ അമൽ ചെയ്തിട്ട് എന്താ കാര്യം? നിസ്കാരം ആർക്കോ നിസ്കരിച്ചു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ആ ഇബാദത്തിൽ മറ്റൊരു ആരെയും ഒന്നിനെയും ഒരു വസ്തുവും കൂറുകൂട്ടാൻ പറ്റുകയില്ല, വേറെ ഒരു ഉദ്ദേശവും ഉണ്ടാവാൻ പറ്റുകയില്ല. അല്ലാഹുവിന്റെ ഇബാദത്ത് മാത്രമാണ്. ലഹു ലം യഅബുദു മിൻ ഖൗഫി നാരി വലാ ശൗഖൻ ഇലാ മാ ഫിൽ ജിനാനി വലാകിൻ കാന മൗലാ ദാ ജലാലി ലഹുൽ ഇജ്ലാലു ഫർളൻ ഫിൽ ജനാനി. ഇമാം യാഫി റളിയല്ലാഹു തആല പറഞ്ഞു, മുഖ്ലിസീങ്ങൾ, അല്ലാഹുവിന്റെ ആരിഫുകൾ, അവർ ഇബാദത്ത് എടുത്തത് എന്തിനു വേണ്ടി? സ്വർഗം കിട്ടണം എന്നുള്ള ഉദ്ദേശമല്ല, നരകത്തിൽ തൊട്ട് രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശവും അല്ല. അത് വേണ്ടേ? അത് വേണം, സ്വർഗം വേണം, നരകത്തിൽ തൊട്ട് രക്ഷപ്പെടണം. പക്ഷേ ഇബാദത്ത് അതിനല്ല. ഇബാദത്ത് എന്തിന്? അല്ലാഹുവിന് വേണ്ടി മാത്രം. അല്ലാഹു കൽപ്പിച്ചു, അതനുസരിച്ച് നടക്കുക. ഇതാണ് ആത്മാർത്ഥത, ഇതാണ് ഇഖ്ലാസ്. അതിനെ സംബന്ധിച്ച വലാ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കഴിഞ്ഞ കാലത്ത് വന്ന അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവരുടെ ഉമ്മത്തിമാര്, അവരോടെല്ലാം കൽപ്പിക്കപ്പെട്ട എന്താണ്? ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാവണം, വേറെ ആർക്കും ഇബാദത്ത് ചെയ്യാൻ പറ്റുകയില്ല. ഒരു ഉദ്ദേശവും ജനങ്ങൾ എന്ന പേരിൽ ഇബാദത്ത് എടുക്കുന്നവരെന്ന് കാണാൻ വേണ്ടിയും ആവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതിന്റെ അവസാനം പറഞ്ഞെന്താണ്? വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ചൊവ്വായ ദീൻ, ഇഖ്ലാസ്, ആത്മാർത്ഥത. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാമിനെ പറ്റി ചോദിച്ചു, ഈമാൻ ചോദിച്ചു, ഇഹ്സാൻ അതായത് ആത്മാർത്ഥത, ഇഖ്ലാസിനെ സംബന്ധിച്ച് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പോയി മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. സഹാബാക്കൾക്ക് വന്ന് ജിബ്രീലാണെന്ന് അറിയുകയില്ല. ഒരാള് വന്നു, കുറെ കാര്യങ്ങൾ ചോദിച്ചു, പോയി. അത്ര മാത്രമേയുള്ളൂ. കുറെ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ ചോദിച്ച ആള് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അല്ലാഹു റസൂലുഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലികും ജിബ്രീലു അതാകും യുഅല്ലിമുകും ദീനകും. ആ വന്നത് ജിബ്രീൽ ആയിരുന്നു. എന്തിനാണ് വന്നത്? അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങളെ ദീന് പഠിപ്പിക്കാനാണ് വന്നത്. എന്താ പഠിപ്പിച്ചത് ഇവിടെ വന്നിട്ട്? ഇസ്ലാം, ഈമാൻ, ആത്മാർത്ഥത, ഈ മൂന്നും കൂടിയതാണ് ദീന്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് അല്ലാഹു പറഞ്ഞ അതാണ് ദീൻ. ഇസ്ലാം വേണം, ഈമാൻ വേണം, ആത്മാർത്ഥത വേണം. അപ്പോൾ എന്താ ഇവിടെ ഇസ്ലാം വേണമെന്ന്? ഇസ്ലാം എന്താണ്? നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളും അതിനോട് ബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള അറിവ് വേണം, അറിവ് വേണം. ആ അറിവിനാണ് പറയുന്നത് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്രം, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് അറിയലിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഈമാനും വേണം, അതിനെ സംബന്ധിച്ച് പഠിക്കണം. അതാ വിശ്വാസ പ്രമാണം. മറ്റൊന്നെന്താണ്? ആത്മാർത്ഥത. ഇത് മൂന്നും ഒരുമിച്ച് കൂടണം. ഫിഖ്ഹ് വിട്ടിട്ട് ഞാൻ സൂഫി എന്ന് പറഞ്ഞാൽ എന്താവും? ഇമാം ഷാഫി റളിയല്ലാഹു, ഇമാം മാലിക് റളിയല്ലാഹു തആല പറയുന്നു, മൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്ദഖ. തസവ്വുഫ്, സൂഫിയത്ത്, ആത്മശുദ്ധി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജപിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ശാസ്ത്രം അറിയുകയില്ല, ഫിഖ്ഹ് അറിയില്ല, അവൻ സിന്ദീഖാണ്.
ദീനില്ലാത്തവനാണ്. എന്താ ഈ ജപിച്ചും കൊണ്ട് പല കാര്യങ്ങളും സാധിപ്പിക്കുന്നവര് അത് ഇസ്ലാമിന്റെ അകത്തുള്ളവര് മാത്രമല്ല, പുറത്തുള്ള പല ആളുകൾക്കും ജപം കൊണ്ട് പലതും സാധിക്കുന്നു. തനിച്ചിരിക്കും ഭക്ഷണത്തിന് നിയന്ത്രണം ഉണ്ടാവും, ഉറക്കിന് നിയന്ത്രണം ഉണ്ടാവും. അങ്ങനെ എന്തോക്കെ ചൊല്ലി ജപിച്ചിരിക്കും. അവർക്ക് പല അത്ഭുതങ്ങളും ഇവിടെ കാണിക്കാൻ സാധിക്കും. പല അത്ഭുതങ്ങളും കാണിക്കാൻ സാധിക്കും. അവർ നിസ്കരിക്കുന്നില്ല, അവർ നോമ്പനുഷ്ഠിക്കുന്നില്ല, ഇസ്ലാമിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ജപം മാത്രമാണ്. ഭക്ഷണത്തിനും മറ്റൊക്കെ നിയന്ത്രണമുണ്ട്. ആ ചെയ്യുന്ന കാര്യം നോമ്പിടിക്കാതെ നിസ്കരിക്കാതെ ചെയ്യുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണോ? അല്ല കൽപ്പിച്ചതല്ല. അതുപോലെ തന്നെ ഫിഖ്ഹ് വേണ്ട, ഫിഖ്ഹ് വേണ്ട ആവശ്യമില്ല. ദർസ് വേണ്ട, മുദരിസ് വേണ്ട, മുത്തഅല്ലിമീങ്ങൾ വേണ്ട. നിങ്ങൾ വരൂ, നിങ്ങൾ ദർസ് നടത്തരുത്, എന്റെ കൂടെ കൂട് എന്ന് പറഞ്ഞിട്ട് എത്ര മുദരിസന്മാരെ താടി പിടിപ്പിച്ചിട്ടുണ്ടറിയോ? വാളു അതാണ് താഴ്മ. താടി വെച്ചിട്ട് വലുതാവരുത്. താടി വെച്ചാല് കിബിറ് വരും. ദീനില്ലാത്ത കാര്യമാണ്. ദീനിലുള്ള കാര്യത്തിന് കിബിറ് വരും. ചെയ്യാതിരിക്കാൻ പറ്റുമോ? കിബിറിനെ വേണ്ട എന്ന് വെക്കണം എന്നല്ലാതെ ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. അതേപോലെ മുത്തഅല്ലിമീങ്ങള് അവര് സ്വീപ്പാക്കി. നിങ്ങൾ എന്താണ് ദർസിൽ പഠിക്കുന്നത്? ഹൈലിന്റെ മസല, നിഫാസിന്റെ മസല, ഒട്ടകത്തിന്റെ സക്കാത്ത്, ഇതൊക്കെ പഠിച്ചിട്ട് എന്തേ കാര്യം? ആത്മശുദ്ധി വേണം. ആത്മശുദ്ധി വരുത്തു, ഇങ്ങോട്ട് വാ. അപ്പൊ എന്താ ഹൈലിന്റെ മസല പഠിക്കണ്ടേ? പെണ്ണ് ഹൈലോട് കൂടി നിസ്കരിക്കണ? ഹൈലിന്റെ സമയത്തുള്ള വിധി എന്താ അതറിയണ്ടേ? നിഫാസിന്റെ മസല അറിയണ്ടേ? ഒട്ടകമുള്ള ആള് ഒട്ടകത്തിന്റെ സക്കാത്ത് കൊടുക്കണ്ടേ? ഫിഖ്ഹിന്റെ കിതാബുകളിൽ എന്തൊക്കെ പറഞ്ഞ നേരത്തെ പൊന്മള ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ? വന്നു കഴിഞ്ഞും ഖിയാമത്ത് നാള് വരാനുള്ള എല്ലാ കാര്യങ്ങളെയും ഇവിടെ നമ്മളുടെ ഇമാമിങ്ങൾ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിന് വരുന്ന ആള് വേണ്ടി വരും, എന്തൊക്കെ അത്ഭുതകരമായ മസലകളാണ് പറഞ്ഞത്. ആണ് പെണ്ണായതും പെണ്ണ് ആണായതൊക്കെ, അതുപോലുള്ള പലതും. ഇതൊക്കെ ഇവിടെ വേണ്ടേ? അത് വന്നാൽ അതൊക്കെ എന്ത് നിക്കറ്, അവൻ സിന്ദീഖായി ദീനിൽ നിന്ന് പുറപ്പെട്ടു. നിസ്കരിക്കാൻ അറിയണ്ടേ, നോമ്പനുഷ്ഠിക്കാൻ അറിയണ്ടേ? അതേപോലെ ഫിഖ്ഹ് പഠിച്ചു, തസവ്വുഫില്ല, അതിൽ ആത്മാർത്ഥതയില്ല. എന്നാൽ അവൻ ഫാസിഖായി. എന്തുകൊണ്ട്? ഇഖ്ലാസ് ഇല്ലാതെ അവൻ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്നില്ല. രണ്ടും വേണം. ഫഖീഹൻ വ സൂഫിയൻ ഫകുല്ലൈസ വാഹിദ. ഞാൻ വളരെ ചുരുക്കി പറയാണ്, കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫഖീഹൻ വ സൂഫിയൻ ഫകുല്ലൈസ വാഹിദ. ഇമാം യാഫി റളിയല്ലാഹു തആല പറഞ്ഞു, നീ ഫഖീഹാവണം, ഫിഖ്ഹ് അറിയുന്നവനാണ്. സൂഫിയൻ, സൂഫിയുമാവണം. സൂഫി എന്ന് പറഞ്ഞാൽ എന്താ? മുടി വലിയ ജട കെട്ടിച്ച് നടക്കും. അത് തസവ്വുഫല്ല. നഖം മുറിക്കൂല. അല്ലാഹുവിന്റെ നബിയുടെ സുന്നത്തിന് എതിരാണ്. കുറെ വിരലുകളിൽ കുറെ മോതിരം വെക്കും. മോതിരത്തിന്റെ ഹുക്മെന്ത്? ഫിഖ്ഹ് അറിയില്ല. എന്നിട്ട് അതിലേക്ക് ജനങ്ങൾ എന്താക്കും? ക്ഷണിക്കും. ഇങ്ങനെയുള്ള കുറെ തെറ്റുകൾ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളാണ്, ചില ഉദാഹരണങ്ങൾ മാത്രം. ഇതല്ലാത്തിരിക്കുന്ന വേറെ എന്തൊക്കെ കുറെ തെറ്റുകളുണ്ട്. എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ദർസിൽ അന്ന് തഫ്സീർ മിഷ്കാത്തെല്ലാം ഓതുന്ന കാലാണ്. എന്റെ നാട്ടിലേക്ക് ഒരാള് വന്നു. അയാള് ദ്വീപിലോ എവിടെയോ വന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് റമദാൻ മാസത്തിന്റെ നോമ്പ് ജോബില്ല, റമദാൻ മാസത്തിന് പകര് ബിരിയാണിയൊക്കെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ തിന്നലായിരുന്നു അയാളത്. ആണും പെണ്ണും വ്യത്യാസമില്ല, എന്നെ തൊട്ടാൽ ആരും പെണ്ണുങ്ങളുടെ ഒന്നും മുറിയില്ല, എന്റെ ഒന്നും മുറിയുകയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ നമ്മുടെ ഉസ്താദുമാര് ശരിയായ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചവരായതുകൊണ്ട് ഈ ജാതി കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞാനത് അന്ന്
അതിനെപ്പറ്റിയൊക്കെ എതിർത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ചെറിയൊരു മദ്രസ, ആ മദ്രസ തറാവി നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. തറാവി ഇങ്ങനെ ഞാനിതിനെ ഗണ്ണിച്ച് കുറെ പ്രസംഗിച്ചു. പള്ളി കുറെ ദൂരാണ്. അങ്ങനെ അയാൾ പിന്നെ പറഞ്ഞു, റമളാൻ കഴിയുമ്പോൾ അവന്റെ നാവ് കൊണ്ട് അവനിക്ക് സംസാരിക്കാൻ സാധിക്കാതെയാവും. മശായിഖന്മാർ ഔലിയാക്കളൊക്കെ എതിർക്കുന്നുണ്ടോ? പിന്നെ ഞാൻ കുറെ കൂടുതൽ പറഞ്ഞു. ഞാൻ പറയുകയും ചെയ്ത്, റമളാൻ കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് റമളാൻ തന്നെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ഒന്ന് രണ്ടാൾ അതിൽ പെട്ടുപോയി. അധിക ആളുകളും തള്ളിക്കളഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ എത്രയോ പ്രാവശ്യം എൻ്റെ നാട്ടിലും നാട്ടിന്റെ ചുറ്റുഭാഗത്തുമെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ കാലത്തും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാര്, അവര് വലിയ ആളുകളാണ്. അവരെ ജനങ്ങൾ കബൂൽ ചെയ്യുന്നു. അത് കണ്ട് ഞങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടാവട്ടെ. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവരുടെ പള്ള പ്രശ്നം മാത്രമാണ്. ഇവരുടെ പള്ള പ്രശ്നം മാത്രമാണ്. അതിനുവേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ആഴ്ചക്ക് ഒരു പ്രാവശ്യം വന്ന് ദിക്റിന്റെ മജ്‌ലിസോ മറ്റോ ഉണ്ടാക്കി ഭക്ഷണം വെച്ചു കൊടുക്കുക. ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് ജനങ്ങളെ വശീകരിക്കുന്ന മശായിഖന്മാര് എന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? എന്താണ് ഒരു ഷെയ്ഖിന്റെ അലാമത്ത്? ഒരു യഥാർത്ഥ ഷെയ്ഖ് ആരാണ് എന്നൊക്കെ നമ്മുടെ തരീഖത്തിന്റെ കിതാബുകളിലൊക്കെ അതിന്റെ ശറഹുകളിലൊക്കെ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ഈ ചോറ്റിന് വേണ്ടി ഷെയ്ഖാവുന്ന ആളുണ്ടല്ലോ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് വശീകരിക്കുന്ന ആളുകൾ, അവരെയൊക്കെ തള്ളി പറഞ്ഞിരിക്കുന്നവരുടെ മുൻഗാമികൾ തന്നെ. അന്നും ഇങ്ങനെയുള്ള ചില കള്ളന്മാര് ഷെയ്ഖായി നടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ തുറന്നു കാണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം കുറെ കൂടുതൽ വിശദീകരിച്ചവരാണ്. കള്ളവാദക്കാര്, ഒലി എന്ന്, സൂഫി എന്ന് പറയുന്ന ആളുകൾ, അവരെ ഖണ്ഡിച്ചു. യഥാർത്ഥ മാർഗം സൂഫിയത്ത് ഏതാണ് എന്ന് പഠിപ്പിച്ചതിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദു തായിഫത്തി സൂഫിയത്തി അബുൽ ഖാസിം ജുനൈദ് ഇബ്നു മുഹമ്മദ് അൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ആ ജുനൈദുൽ ബഗ്ദാദിന്റെ ഫരീഖ് വനറാ അന്ന തരീഖ ശൈഖി അബുൽ ഖാസിം അൽ ജുനൈദി സയ്യിദി തായിഫത്തി ഇൽമൻ വഅമല, അറിവും പ്രവൃത്തിയും രണ്ടിലും വലിയ നേതാവായ ജുനൈദുൽ ബഗ്ദാദി, ആ ജുനൈദുൽ ബഗ്ദാദിന്റെ തരീഖ് എന്താണ്? തരീഖും മുഖവ്വമുൻ, അത് മുഖവ്വമായ ചൊവ്വായ മുസ്തഖീമായ വഴിയാണ്. തരീഖുനാ ഹാദാ മുഖവ്വമുൻ മുഅയ്യദുൻ ബിൽ കിതാബി വസ്സുന്ന. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നമ്മളുടെ ഈ തരീഖിന് കിതാബും സുന്നത്തുമാണ് തെളിവ്. കിതാബും സുന്നത്തുമാണ് തെളിവ്. കിതാബും സുന്നത്തുമില്ലാതെ കിതാബും സുന്നത്തും എങ്ങനെയാണ് പഠിക്കുന്നത്? അത് നേരത്തെ നമ്മൾ ഉസ്താദ് വിവരിച്ചു കഴിഞ്ഞു. കിതാബും സുന്നത്തും എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുജ്തഹിദുകളായ അയിമ്മത്തുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം സ്വീകരിക്കാതെ കിതാബിനോടും സുന്നത്തിനോടും നമ്മൾക്ക് തുടരാൻ പറ്റുകയില്ല, സാധ്യമല്ല. അങ്ങനെ കിതാബും സുന്നത്തുമാണ് നമ്മളുടെ ഈ തരീഖിന് വഴി എന്ന് ബഹുമാനപ്പെട്ട അതേ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ വഴി, ഈ തരീഖത്ത് എന്നത് അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാർ, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് തുടരാത്തത് ഇരിക്കുന്ന ആളുകൾക്ക് ഈ വഴി ഇല്ല. അവർക്ക് അല്ലാഹുവിലേക്ക് ചേരാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് എന്താണത്? കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി അത് പരിശുദ്ധ ഖുർആൻ ആണ്. ആ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി, പ്രവൃത്തി, വാക്ക്, മൗനസമ്മതം, ഇതൊക്കെയും ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ഇതാണ് നമ്മളുടെ ഈ തരീഖത്തിന്റെ സൂഫിയത്തിന്റെ തെളിവ് എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഇവിടെ
തസവ്വുഫിന്റെ വിഷയം, ഈ ആത്മശുദ്ധിയുടെ വിഷയം നന്നായി പഠിപ്പിച്ചു ജനങ്ങൾക്ക്. സൂഫിയത്ത്, സൂഫി എന്ന വാക്ക് അതെവിടുന്ന് വന്നു എന്ന് അതിനെപ്പറ്റി കുറെ ചർച്ചയുണ്ട്. സൂഫത്ത്, സൂഫുൽ ഖഫ, സഫാ, ഇങ്ങനെയൊക്കെ സുഫത്ത്, ഇതിൽ നിന്നൊക്കെ വന്നതാണ്. സുഫത്തിന്റെ ഹരികാരായ മഹാന്മാരായ സഹാബാക്കൾ അല്ലാഹുവിനെ മാത്രം യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു, അല്ലാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചും കൊണ്ട് എല്ലാ സമയത്തും ഇബാദത്ത് എടുക്കുന്നവരാണ് സുഫത്തിന്റെ ഹരികാര്. ആ സുഫത്തിന്റെ ഹരികാര് അവരിലേക്കുള്ള ബന്ധമാണ്, ചേർക്കലാണ് സുഫത്തിന്റെ ഹരികാര്. അവരെക്കുള്ള ചേർത്തിട്ടാണ് സൂഫി എന്ന് പറയുന്നത് എന്ന് മഹാന്മാരായ ഉലമാക്കൾ വിവരിച്ചിട്ടുണ്ട്. അതേപോലെ സഫാ, നല്ല ശുദ്ധി, ആത്മശുദ്ധി, ആത്മശുദ്ധിയാണ്. تخالف الناس في الصوفي واختلفوا وكلهم قال قولا غير معروف ولست أمنع هذا الاسم غير فتى صفا فصوفي حتى سمي الصوفي. ഇമാം യാഫി റളിയല്ലാഹു തആല പറഞ്ഞു, സൂഫി എന്ന ആ വാക്കിന് പല അർത്ഥങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്ന് പിടിച്ചു എന്ന് ഞാൻ പറയുന്നത്, ആത്മശുദ്ധി വരുത്തിയിരിക്കുന്ന ആ മനുഷ്യനാണ് യഥാർത്ഥ സൂഫി. അപ്പോൾ സൂഫി എന്ന് പറഞ്ഞാൽ ആത്മശുദ്ധി വരുത്തിയിരിക്കുന്ന, എന്തിൽ? അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്നതിൽ, നമ്മളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിൽ ആത്മശുദ്ധി വരുത്തിയിരിക്കുന്ന ആളാണ് സൂഫി. അവരാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ നേതാവാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. അവരുടെ ആ ത്വരീഖ് അത് ഹഖായ ത്വരീഖാണ്. ഇങ്ങനെയുള്ള മശായിഖന്മാരുമായുള്ള ബന്ധം കൊണ്ട് മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മശായിഖന്മാരായി ചമയുന്ന ആളുകളും ആയിട്ട് ബന്ധപ്പെടുക, നമ്മളുടെ ദീൻ നഷ്ടപ്പെട്ടു പോകും, ദീൻ നശിച്ചു പോകും. ഷെയ്ഖ് എന്ന് പറഞ്ഞ ഇക്കാലത്ത് ഒരുപാട് ഷെയ്ഖന്മാരുണ്ട്. ആ ഷെയ്ഖന്മാരില് പലരെയും വിശ്വസിക്കാൻ പറ്റാത്തിരിക്കുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ അതല്ല ചെയ്യേണ്ടത്. എന്താണ്? ഷെയ്ഖന്മാരെ കണ്ടുപിടിക്കാൻ സാധിക്കാതിരിക്കുന്ന കാലത്ത് ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിയായ ഷെയ്ഖ് പല നിലക്കുള്ള ഷെയ്ഖു തഅലീം, ഷെയ്ഖു തർബിയത്ത്, ഷെയ്ഖു തർഖിയ, ഇങ്ങനെ പല നിലക്കുള്ളതിരിക്കുന്ന ഷെയ്ഖന്മാരുണ്ട്. അതൊന്നും ഞാൻ ഈ അവസരം വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാവട്ടെ, നമ്മൾക്ക് ഇപ്പോൾ വേണ്ടത് എന്താണ്? കിതാബ് ഓതി പഠിച്ചിരിക്കുന്ന ആളുകൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ ആ ശൈലി സ്വീകരിക്കുക. അതിന്റെ ശേഷം ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി ഇമാമിന്റെ തന്നെ മിൻഹാജുൽ ആബിദീൻ, ഇതുപോലത്തെ കിതാബുകൾ, അത് കിതാബ് ഓതി പഠിച്ചിരിക്കുന്ന ആളുകൾ ആ കിതാബുകളിൽ പറഞ്ഞതുപോലെ നല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. അതോടുകൂടി സലാത്ത് അധികരിപ്പിക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞ സലാത്ത് അധികരിപ്പിക്കണം. അതുപോലെ തന്നെ ഹദ്ദാദ് ശൈഖ് തങ്ങളുടെ വിർദുൽ ലത്തീഫ് ഉണ്ട്, ആ വിർദുൽ ലത്തീഫ് പതിവാക്കുക. ഇതെല്ലാം ഒരു ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കും. സലാത്ത് പെരുപ്പിക്കണം, സലാത്ത് ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ന് നമ്മളുടെ മശായിഖന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു. അതാർക്കും നിഷേധിക്കാൻ പറ്റിയതും അല്ല. സലാത്ത് നമ്മളെ നിയന്ത്രിക്കും. അതോടുകൂടി മഹാന്മാരായ നല്ല ദീനുള്ള ഫിഖ്ഹും അഖീദയും തസവ്വുഫും അറിയുന്ന നമ്മളുടെ ഉലമാക്കൾ, ഇടയിൽ അറിയപ്പെട്ടത് ഇരിക്കുന്ന ഉലമാക്കൾ തന്നെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ടു ദിക്ർ ഇങ്ങനെ അവരെ ഒക്കെ ഒന്ന് വാങ്ങുക. അത് എ പി ഉസ്താദ് ദിക്റിയിൽ കൊടുത്തിരുന്ന് പറഞ്ഞില്ലേ. സൂഫികളുടെ ചരിത്രം വിവരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറഞ്ഞതാണ്. ലവാഖിഹുൽ അൻവാർ ഖുദ്സി ഇമാം മഹല്ലിയെ സംബന്ധിച്ച് പറഞ്ഞു. ജലാലുദ്ദീൻ അൽ മഹല്ലി, ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു ദർസ് നടത്തുകയായിരുന്നു. വലിയ
ആലിമാണ്, വലിയ മഹാനാണ്. മിൻഹാജിന് ശറഹ് എഴുതിയ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തഹ്ഖീഖോട് കൂടി എഴുതിയ ആളാണ് അശ്ശാരിഹുൽ മുഹഖ്ഖിഖ് ജലാലുദ്ദീനുൽ മഹല്ലി. ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു തആല അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ പെണ്ണുങ്ങള് വന്നു. അങ്ങനെ ആ പെണ്ണുങ്ങൾ വന്ന് ജലാലുദ്ദീൻ മഹല്ലി തങ്ങളെ വിളിച്ചു, ഇങ്ങോട്ട് വരിക. അങ്ങനെ മഹല്ലി മാമ അങ്ങോട്ട് പോയി. എന്നിട്ട് കുറച്ച് കാശ് മഹല്ലി മാം തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ഈ കാശ് കൊണ്ടിട്ട് അങ്ങാടിയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിത്തരണം, എനിക്ക് കൊണ്ടുവരാൻ പെരിയിൽ ആരും ആളില്ല. ജലാലുദ്ദീനിൽ മഹല്ലി റളിയല്ലാഹു തആല അൻഹു ഉടനെ മുത്തഅല്ലിമീങ്ങൾ അവിടെ ഇരുത്തിയിട്ട് അങ്ങാടിയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്നു കൊടുത്തവർ. അങ്ങനെ തിരിച്ച് രണ്ടാമത് ദർസിൽ വന്ന് സബക്ക് തുടങ്ങുമ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, അല്ല ഉസ്താദെ, ആ പെണ്ണുങ്ങള് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അങ്ങാടിയിൽ പോയി, അതിന് നിങ്ങൾ തന്നെ പോകേണ്ടതുണ്ടായിരുന്നോ? ഞങ്ങളാരെങ്കിലും പോയി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നല്ലോ. ഇവിടെ ദർസി അങ്ങനെ ഇടയ്ക്ക് നിർത്തേണ്ടത് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ജലാലുദ്ദീൻ മഹല്ലി തങ്ങൾ പറഞ്ഞത്, ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ സഹായമായിട്ട് കൊടുത്തത് എനിക്ക് അത് വലിയ ഗുണമായിരിക്കും. ചിലപ്പോൾ ഈ ദർസ് നടത്തുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഈ കൂലിയേക്കാൾ അധികം അതുകൊണ്ട് കിട്ടും. എന്താ, നമ്മള് ഇങ്ങനെ ഈ ഇൽമിന് ഖിദ്മത്ത് ചെയ്യുകയും വേണം, ഇങ്ങനെ പാവങ്ങളായ ആൾക്ക് സേവനം ചെയ്യുകയും വേണം. മഹാനായ ജലാലുദ്ദീൻ മഹല്ലി ആരാണ്? വലിയ തസവ്വുഫിന്റെ ആളും കൂടിയാണ്, വലിയ തസവ്വുഫിന്റെ ആളാണ്. ഫഖീഹ് എന്ന് മാത്രമല്ല, ഫഖീഹൻ വസൂഫിയൻ ഫകുല്ലൈസ വാഹിദ. ഇന്നലെ ഇവിടെ പി ഉസ്താദ് ദിക്റിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നു. എന്താ അറിയോ, ബഹുമാനപ്പെട്ട പി ഉസ്താദും ഞാനുമായിട്ട് ഒരു പരിചയം കൂടുതൽ അന്ന് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും 1974 മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് പരിചയപ്പെട്ടത്. എങ്ങനെയാ പരിചയപ്പെട്ടത്? അന്ന് മസ്ജിദുൽ ഹറാമിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു ദർസ് നടക്കുന്നു. എന്ത്? മനാസിക്കിന്റെ ഇളാഹ്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇളാഹ്. ആ ഇളാഹ് ദർസ് നടത്തുന്നത് മഹാനായ എ പി ഉസ്താദ് അവറുകളാണ്. അങ്ങനെ എ പി ഉസ്താദ് എന്നൊക്കെ ആള് പറയുന്നു. എ പി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട്. ഞാൻ പോയത് ഒരു 3-4 ദിവസങ്ങൾ ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടതിന് ശേഷമാണ്. അങ്ങനെ ദൂരെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് നോക്കി ആ ക്ലാസ് ശ്രദ്ധിച്ചു. അങ്ങനെ ക്ലാസ് വളരെ നല്ല നിലയ്ക്ക് ആലിമീങ്ങൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ആ ക്ലാസ് അവതരിപ്പിക്കുന്ന ഇലാഹിന്റെ ഇബാറത്തുകളൊക്കെ വായിച്ചിട്ട്. 1974 മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഉണ്ടായ സംഭവമാണ്. എല്ലാവരും ആ ക്ലാസ് കണ്ട് ഉസ്താദിനെ പലരും പറയും വലിയ പണ്ഡിതനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ വലിയ സ്ഥാനക്കാരനാണല്ലോ. ഞാൻ പിന്നെ അടുത്തൊന്നും പോക്കില്ല. വലിയ ആളാകുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ അടുത്ത് അതപകടായി പോയാലോ എന്ന് അടുത്ത് പോയി ബന്ധപ്പെടലൊന്നുമില്ല. അപ്പൊ കാണുന്ന ഒരു ദിവസം രാവിലെ ഒരു 10 മണി സമയമാവുമ്പോൾ ഒരു വയസ്സായ ആള് ശബ്ദത്തോടുകൂടി കരഞ്ഞും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഞങ്ങളുടെ അന്നത്തെ മുത്തവീഫ് ബക്കർ ജമാൽ എന്ന പേരുള്ള ഒരാളായിരുന്നു. ആ ബക്കർ ജമാലിന്റെ ഓഫീസിലേക്ക് ആ വയസ്സിന്റെ പിന്നാലെ നടക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവറുകളാണ്. എന്തിന്? ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ തെറ്റി റൂം കണ്ടുപിടിക്കാൻ അറിയാതെ അയാൾ വിഷമിക്കുകയാണ്. ആ വിഷമിക്കുന്ന സമയത്ത് ആ മനുഷ്യനെ കൂട്ടിയിട്ട് വരുന്നത് ആരാണ്? മഹാനായ എ പി ഉസ്താദ് അവറുകളാണ്. അങ്ങനെ വന്ന് ബക്കർ ജമാലിന്റെ ഓഫീസിൽ, അയാൾ ബക്കർ ജമാലിന്റെ
ബക്രിമാലിൽ ഇറങ്ങിയ ആളാണ്. ഓഫീസിലെത്തിച്ചു, അയാളെ കൂട്ടുകാരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി വലിയ പണ്ഡിതൻ എന്ന് പറയുന്നു. എന്നിട്ട് ഇങ്ങനെയുള്ള തവാളുഅ്, ഇതാണ് ഞാൻ മഹല്ലി ഇമാമിന്റെ ചരിത്രം പറയുമ്പോൾ ഓർത്തുപോയി എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരവസരം, അത് 1982 അല്ലെങ്കിൽ അതിനോട് അടുത്ത ആ സമയത്ത് മഹാനായ പി ഉസ്താദ് അവர்கள் ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ബേക്കലത്തേക്ക് ഒരു പരിപാടിക്ക് വന്നു. അന്ന് 4 ദിവസത്തെ പരിപാടിക്കാണ് ഉസ്താദിനെ ക്ഷണിച്ചത്. അങ്ങനെ 4 ദിവസങ്ങൾ വഅള് പറഞ്ഞു. ഒരു ദിവസം രാവിലെ ഉസ്താദ് പറഞ്ഞു, അവിടുത്തെ ഉറൂസിന്റെ സെക്രട്ടറി വന്നപ്പോൾ പറഞ്ഞു, ഇന്ന് രാവിലത്തെ ഭക്ഷണം കുറച്ച് വേഗം കൊണ്ടുവന്നാൽ ആ ഭക്ഷണം കഴിച്ച് ഞാനൊന്ന് അതിഞ്ഞാല് പോയി, അതിഞ്ഞാൽ കാഞ്ഞങ്ങാടിന്റെ അടുത്തുള്ള സ്ഥലമാണ്, അതിഞ്ഞാല് പോയി ലോഹറാമ്പളിക്ക് തിരിച്ചെത്തും, അങ്ങനെ വേഗം കിട്ടിയാൽ തർക്കമില്ല. അപ്പൊ അയാൾ പറഞ്ഞു, അതിന് ഉസ്താദ് ബേജാറാവണ്ട, ഭക്ഷണം കുറച്ച് പിന്നിപ്പോയാലും പിന്നെ നമ്മളെ കാറുണ്ട്, ഉറൂസ് കമ്മിറ്റി എടുത്തിരിക്കുന്ന കാറുണ്ട്, ആ കാറിൽ പോയിട്ട് നമുക്ക് വേഗം വരാം എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഉറൂസിന്റെ കാറോ? അത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഞാനിവിടെ വന്നു വയലു പറയാൻ വേണ്ടി, ഇനി തിരിച്ചു പോകുമ്പോൾ മാത്രമാണ്, എനിക്ക് ആ കാറ് വേറെ സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ആ സെക്രട്ടറി പറഞ്ഞു, പിന്നെ എന്നാല് എന്റെ വകയായിട്ട് കാറാക്കാം. ഓ, നിങ്ങളെ വകയാണെങ്കിൽ എവിടെ വേണം പോയിക്കോളാം. അങ്ങനെ അയാളെ വകയായിട്ട് വേറെ കാറുണ്ട്. ഇതൊക്കെയാണ് സൂഫിയത്ത് എന്ന് പറഞ്ഞാല്. ഇമാം മഹല്ലി ചെയ്ത അത് സൂഫിയത്താണ്. ദർസിയിൽ കൊടുക്കുന്നു, അതിൻ്റെ ഇടയിലുള്ള ആ തവാളുഅ്, അതൊക്കെയാണ്. ഇൽമില്ലാതെ ദർസ് വേണ്ട, മസല പഠിക്കരുത്, ഫിഖ് വേണ്ട എന്ന് പറഞ്ഞാൽ എന്താവില്ല? സൂഫി ആവില്ല. സൂഫി ആയതിനോട് കൂടെ അതാ ഫഖീഹൻ വസൂഫിയൻ, ഫഖീഹാവണം, അതോടുകൂടെ ഹൃദയ ശുദ്ധി. ഞാൻ വലിയവനല്ല, ഞാൻ പാവമാണ്, ഞാൻ അല്ലാഹുവിന്റെ ഒരു അടിമയാണ്, എന്നെ കൊണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം, ഞാൻ എന്തെങ്കിലും ചെയ്യണം, അല്ലാഹ് അത് കബൂലാക്കിയാലായില്ലേ. ഇതാണ്. ഔലിയാക്കൾ പല മർത്തബക്കാരുണ്ട്. ഔലിയാ ഉൽ മലാമത്തിയ, അതുപോലെ തന്നെ പലതരക്കാര്, അഖതാബ്, ഔത്താദ്, ഇങ്ങനൊക്കെ ആയത് എങ്ങനെയാണ്? കുത്തുബിനെ സംബന്ധിച്ച് തന്നെ പറയുന്നു, കുത്തുബാവുന്നത് പെരുത്ത് നിസ്കരിച്ചിട്ടോ, അതായത് സുന്നത്ത് പെരുത്ത് സുന്നത്ത് നോമ്പിട്ടോ അല്ല, ഫർദ് നിസ്കരിക്കും, റവാത്തിബൊക്കെ നിസ്കരിക്കും. അവരെ ഹൃദയശുദ്ധി, ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആ മനസ്ഥിതിയാണ്. ഇതായിരുന്നു മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെയും മദ്ഹബിന്റെ അയിമ്മത്തിന്റെയൊക്കെ അവസ്ഥ. ബഹുമാനപ്പെട്ട ബിലാലുൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ തീഹ് ബനി ഇസ്രായേലിലൂടെ, തീഹ് മരുഭൂമിയിലൂടെ ഷാമിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ എന്റെ കൂടെ തന്നെ ഒരാൾ നടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഖദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരിക്കുമോ? അങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആര് എന്ന് പറയണം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഖദിറാണ്, അഹുക്ക ഖദിർ. അപ്പോൾ ഞാൻ ഖദിർ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്കൊന്ന് ചോദിക്കാൻ, ഒരു മസല ചോദിക്കാൻ. ഓ, ചോദിച്ചോ. ഷാഫി ഇമാമിന്റെ സ്ഥാനം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഹുവ മിനൽ ഔത്താദ്, ഔത്താദുകളിൽപ്പെട്ടവരാണ്. അഹ്മദ് ഇബ്നു ഹംബലോ മിനസ് സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളിൽപ്പെട്ടവരാണ്. ഇതാണ് നമ്മളുടെ മദ്ഹബിന്റെ അയിമ്മത്തിന്റെ നില. അവർ ഫിഖ് പഠിച്ചവരാണ്, പഠിപ്പിച്ചവരാണ്. ഈ ലോകത്ത് ഫിഖ് വേണമെന്ന് പറഞ്ഞവരാണ്. ഫിഖ് ഇല്ലാതെ ഇവിടെ ദീന് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞവരാണ്. അവർ ഔലിയാക്കളാണ്, അഖ്താബുകളാണ്, മദ്ഹബിന്റെ ഇമാമിങ്ങൾ. 4 മദ്ഹബിന്റെ മാത്രമല്ല, ഇവിടെ എത്രയോ മദ്ഹബുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെയും അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവര് ഖുതുബുകളാണ്, ഔത്താദുകളാണ്, വലിയ മഹാന്മാരാണ്. അവർക്ക് ഈ വിഷയമൊന്നും അറിയുകയില്ല എന്ന് ആർക്കും തോന്നിപ്പോകരുത്. അങ്ങനെ തോന്നിയാൽ തെറ്റാണ്, അത് തെറ്റാണ്. അവര് ഫിത്ന പഠിപ്പിച്ചു, തസവൂഫ് പഠിപ്പിച്ചവരാണ് അവര്. അതിനെ കൂടുതൽ വിശദീകരിച്ച് ഇവിടെ അതിലേക്ക് കുറെ കൂടുതൽ പ്രേരിപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയെ പോലത്തെ ഇരിക്കുന്ന മഹാന്മാർ. ഇമാം ഷാഫി തങ്ങൾ
അതുപോലെ തന്നെ ഷാഫി മദ്ഹബ് തന്നെ സ്വീകരിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ ഔലിയാക്കൾ തന്നെയാണ്, വലിയ മഹാന്മാരാണ്. അതുപോലെ തന്നെ അബു മൻസൂറിൽ മാത്തുരീദി, ഇമാം മാത്തുരീദി, അബുൽ ഹസൻ അശ്അരി, വിശ്വാസ പ്രമാണത്തിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലവും ഒന്ന് തന്നെ. അശ്അരിയാക്കൾ എന്ന് പറയുമ്പോൾ അതിൽ മാത്തുരീദിയത്തും അശ്അരിയത്തും എല്ലാം പെടുന്നു എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്. മാത്തുരീദിയും അശ്അരിയുമായി അടിസ്ഥാനപരമായ ഒരു വ്യത്യാസവുമില്ല. പിന്നെ ചില വ്യത്യാസമുണ്ട്, അത് വെറും പറച്ചലിൽ മാത്രമേയുള്ളൂ. അതിനെല്ലാം ഉദാഹരണം അഖീദന്റെ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വിഷയവും അതല്ല, സമയം കുറെ അധികമായി എന്ന് തോന്നുന്നു. ആരും വിഷമിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ പരിപാടിയെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാരാവട്ടെ എന്ന് ദുആർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത നമ്മുടെ സെഷൻ ആധ്യാത്മിക സമ്മേളനമാണ്. യഥാർത്ഥത്തിൽ നേരത്തെ നടന്ന ബേക്കൽ ഉസ്താദിന്റെ വിഷയാവതരണം ആ വിഷയത്തിന്റെ ആമുഖമാണ്. ആധ്യാത്മിക വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരാധികാരിക പഠനമാണ് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവർകൾ നിർവഹിച്ചിട്ടുള്ളത്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഔപചാരികതയ്ക്ക് വേണ്ടി നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു സ്വാഗതം ആശംസിക്കുക മാത്രം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ സെഷൻ, ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ്. ഇതുവരെ നടന്ന അസ്സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തിന്റെ അവസാന ഭാഗമാണ് നമ്മുടെ ഈ ആധ്യാത്മിക സമ്മേളനം. വിശ്വാസവും കർമ്മവും അതോടൊപ്പം നമ്മുടെ ആത്മശുദ്ധിയും അതെങ്ങനെയായിരിക്കണമെന്ന് ഈ സെഷനിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ നേതാക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ആലിമീങ്ങൾ, അവരുടെ നേതൃത്വത്തിലുള്ള ദിക്റും ദുആയും മറ്റുമാണ് നടക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദുആക്ക് ഇജാബത്തുള്ള നേതാക്കൾ തന്നെയാണ് നമ്മുടെ നേതാക്കൾ എന്ന് നമുക്ക് നല്ല ഉറപ്പും വിശ്വാസവും ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഉദാഹരണങ്ങൾ, സ്വന്തം അനുഭവങ്ങൾ തന്നെ എല്ലാവർക്കും പറയാനുണ്ടാകും. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കറിയാമല്ലോ, എത്രയോ സങ്കീർണമായ സന്ദർഭങ്ങളിൽ ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ നമുക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയയുടെ സമ്മേളനങ്ങളിൽ പല ഘട്ടങ്ങളിലും ലോകം യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്ന സന്ദർഭത്തിൽ കുവൈത്തിലും മറ്റും ഘോരമായ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ അല്ലാഹുമ്മ തുഫിഅ നാറൽ ഹർബ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ദുആ, ആ ദുആഇന്റെ ഇജാബത്ത് ലഭിച്ചതായി നേരെ പിറ്റേ ദിവസം തന്നെ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാഹു അത്തരം ദുആഇന് ഇജാബത്തുള്ള ആലിമീങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ദീർഘകാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ ഒരു സ്വന്തം അനുഭവം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പിതാവ് ഏകദേശം 90-ലേറെ വയസ്സ് പ്രായമായ സമയത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോൾ അങ്ങേയറ്റത്തെ പ്രയാസവും വിഷമവും അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ മൂത്രം ബന്ധായി വളരെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലായിരുന്നു നമ്മുടെ ഇന്റർനാഷണൽ മീലാദ് സമ്മേളനം കോഴിക്കോട് നടന്നത്.
ആ സമ്മേളന വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് എന്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുകയും ഉസ്താദ് അവിടെ വെച്ച് ദുആ ചെയ്യുകയും ചെയ്തു. ഒരു കാര്യം ഞാൻ പറയുന്നു, ആ ദുആഇന് ശേഷം പിന്നെയും വർഷങ്ങളോളം എന്റെ പ്രിയപ്പെട്ട പിതാവ് ജീവിച്ചിരുന്നു. മരണത്തിന്റെ തലേ ദിവസം ഒരു ഡോക്ടറെ വീട്ടിൽ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചതല്ലാതെ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ദുആഇന് ശേഷം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്റെ ഉപ്പയെ കൊണ്ടുപോകേണ്ടി വന്നില്ല എന്ന് എന്റെ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ എത്രയോ അനുഭവങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ദുആ തന്നെയാണ് നമ്മൾ ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് അനുഗ്രഹം തന്നു. മഹാന്മാരായ ഒരുപാട് സയ്യിദന്മാർ നമ്മുടെ നേതാക്കളായി നമ്മുടെ വേദിയിലുണ്ട്. ഇത്രത്തോളം സയ്യിദന്മാരെ ഒന്നിച്ച് വേദിയിൽ അണിനിരത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനമല്ലാതെ കേരളത്തിൽ വേറെ ഒന്നില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു സത്യമാണ്. അത്രയും സയ്യിദന്മാരുടെ നീണ്ട നിര അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ബാഫഖി തങ്ങൾ മുതലുള്ള സാദാത്തുക്കളെല്ലാം നമ്മുടെ വേദിയെ ധന്യമാക്കിക്കൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വലിയ മശായിഖന്മാര് ആലിമീങ്ങളുണ്ട്. അതിന്റെ പുറമെ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്നും യമനിൽ നിന്നും അടക്കം വന്നിട്ടുള്ള ധാരാളം മശായിഖന്മാരും ആലിമീങ്ങളും നമ്മുടെ വേദിയിലുണ്ട്. അവരെല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ദുആഇന്റെ ഫലമായി നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക മാത്രം ചെയ്തുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ഈ മഹത്തായ സെക്ഷനിൽ അധ്യക്ഷത വഹിക്കേണ്ടത് നേരത്തെ നിശ്ചയിച്ചതിന് ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദായിരുന്നു നേരത്തെ ഇവിടെ വന്ന് പോയിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ അഭാവത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ ഉസ്താദ് തന്നെ ഈ മഹത്തായ സെക്ഷന്റെ എല്ലാ നിയന്ത്രണവും നടത്തും എന്ന് അറിയിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വന്നിട്ടുള്ള അശ്ശൈഖ് ഫൈസൽ അൽ കാഫ് മഹാനവറുകളാണ്. സയഫ്തതിഹു ആദിഹിൽ ഹഫലത്തുൽ മുബാറക മജ്ലിസുൽ ദിക്രി വദ്ദുആഇ വത്തളറു അശ്ശൈഖ് ഫൈസൽ അൽ കാഫ് മിൻ മക്കത്തുൽ മുക്കറമ ഉറഹിബുഹു തർഹീബൻ ഹാറൻ മിൻ അമാഖി ഖുലൂബിന. അതോടൊപ്പം ഈ മഹത്തായ സദസ്സിൽ ഈ വേദിയിലുള്ള മുഴുവൻ ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവർക്ക് പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ അകത്ത് കയറി ആ വിശുദ്ധമായ കഅബത്തിന്റെ തശ്രീഫ് വർദ്ധിപ്പിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ ആ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ഏറ്റവും പരിശുദ്ധമായ ഭാഗത്ത് വെച്ച് അള്ളാഹുവിന് സുജൂദിൽ കിടക്കുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ദുആ എന്ന് ഉസ്താദിനോട് പലരും ചോദിച്ചപ്പോൾ ഉസ്താദ് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്കൊക്കെ വേണ്ടിയുള്ള ദുആ ആയിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിൽ എന്റെ കീഴിൽ എനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും അതോടൊപ്പം ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും എല്ലാം ഞാൻ ആ നിസ്കാരത്തിലും മറ്റ് പ്രാർത്ഥനയിലുമെല്ലാം ദുആ ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ അറിയിച്ചു. അൽഹംദുലില്ലാഹ്. ആ ഘട്ടത്തിലും നമ്മളെ മറക്കാതെ നമുക്ക് വേണ്ടി ദുആ നടത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു നാരിയത്തു സ്വലാത്ത് ഉസ്താദിന്റെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ചൊല്ലി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് ഒരു അഭ്യർത്ഥന മാത്രം നടത്തുന്നു. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, വളരെ